guys, welcome to my എല്ലാവർക്കും പാരസയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ സ്കൂളൊക്കെ തുറക്കാനാണ്. മറ്റു നമ്മൾ സ്കൂളൊക്കെ തുറക്കും. ഇന്ന് ജൂൺ 1 അപ്പോൾ ജൂൺ 3 നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്. 4 ലീവായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഉണ്ട്. ഹായ് വരി ഹായ് വരി ഹായ് വരി. ഇതാണ് നമ്മൾ അത്തൂട്ടൻ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസിലൊക്കെ ഇവൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവനെ കാണാതായിട്ട് ഉണ്ടായിരുന്നത്. ഹായ് ഗൈസ് സോറി. ജലദോഷം പിടിച്ചിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അവന് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞു കൊടുക്ക്. എൻ്റെ പേര് പറയും. അത്തൂട്ടൻ പറയും. അത്തൂട്ടൻ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എടുക്കാം. അത്തൂട്ട് പോയിക്കോ ഗൈസ്. അങ്ങനെ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ബാഗാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ്. നല്ല അടിപൊളി ബാഗാണ്. കഴിഞ്ഞ പോലത്തേക്കാളും നല്ലൊരു ബാഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെയുള്ള നല്ല അടിപൊളി ഒരു പർപ്പിൾ ആ ഒരു കളറാണ് ഉദ്ദേശിച്ചത്. ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഇതാണ്. നമ്മുടെ ഈ സാധനത്തിൽ മാത്രം ഈ ഒരു ഇത് വരുന്നത്, പ്രിൻ്റ് വരുന്നത്. ഒന്നുമില്ലാത്തൊരു ടൈപ്പാണ്. ഞാൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് നല്ല വലുപ്പമുള്ള ബാഗ് വേണമെന്നിട്ട് മേടിച്ചാണ്. ഭയങ്കര വലുപ്പമാണ് അതില്ലേ. ഞാൻ കഴിഞ്ഞെല്ലാം ഇതിൻ്റെ ഇവിടെ വരെ ആയിട്ടുള്ള ബാഗാണ്. പിന്നെ ഇത് ഉള്ളിൽ ബുക്കൊന്നും വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഈ സാധനമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, സിബൊക്കെ പൊട്ടി. അതുകൊണ്ടാണ് ഈ കൊല്ലം മേടിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു ബാഗ് 2 കൊല്ലം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ കൊല്ലം 1 കൊല്ലം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്. ഇഷ്ടമാവുന്ന കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത സാധനം എന്ന് പറയുന്നത് പെന്നാണ്. വിൻമേസ്റ്റിക്കിൻ്റെ പെന്നാണ്. ഇതിന് ഒന്നിന് 7 രൂപയാണ്. മൊത്തത്തിൽ 70 രൂപ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 9 തന്നെ ഉള്ളൂ. ഞാൻ എഴുതാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആണല്ലേ, നല്ല അടിപൊളിയാണ്. ഒരു കുറേ സാധനങ്ങൾ മേടിച്ചില്ല, കാരണം ദേവിനൊക്കെ ഗൾഫിൽ പോയി വന്നപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട്, ബോക്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ബ്ലാക്ക് മഷി പെന്നെ ഉപയോഗിക്കാറുള്ളൂ. അഥവാ ബ്ലാക്ക് ഇല്ലേ മാത്രമേ ബ്ലൂ എടുക്കാറ്. എനിക്ക് ഇഷ്ടമല്ല ബ്ലൂ, എന്നാലും എടുക്കാറുണ്ട് ഗൈസ്. ഈ വേറെ സാധനം എന്ന് വെച്ചാൽ ഡോംസിൻ്റെ കളറാണ്. ഇതിന് 12 ഷെയ്ഡ് ഉണ്ടാവും. ഇതിൻ്റെ ബാക്കിൽ 12 രൂപ എന്ന് എഴുതിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അവർ 10 രൂപയ്ക്കാണ് തന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഞാൻ പൊളിച്ചപ്പോൾ തന്നെ ഒരു സാധനം പൊട്ടി. നിലത്ത് വീണതല്ല, അത് ഓൾറെഡി പൊട്ടിയതായിരുന്നു. പക്ഷേ അവർ നോക്കിയാൽ ഞാൻ നോക്കിയില്ല അവിടുന്ന്, അതാണ് എൻ്റെ പ്രശ്നം പറ്റിയത്. ഇതാണ് ഗൈസ്. ഈ ബ്ലൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പൊട്ടിയത് സാരമില്ല. പക്ഷെ നമ്മളങ്ങനെ 8-ലെത്തിയിട്ട് പിന്നെ കളറൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല. എന്നാലും ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ അടുത്ത് കളേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് പെട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ട് ഒരു ബോക്സിൽ കുറേയൊക്കെ എടുത്തിട്ട ഒരു ഇതൊക്കെ ആയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇത് മേടിച്ചു. പിന്നെ കത്രികയുണ്ട്. നമുക്ക് വർക്ക് എക്സ്പീരിയൻസിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്? അറിയില്ല ഗൈസ്. അതിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞാണ്. ഇതിൻ്റെ വലുത് ഞാൻ കഴിഞ്ഞ വട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മൂർച്ച പോയതുകൊണ്ടാണ് ഇത് മേടിച്ചത്. എല്ലാതൊക്കെയാണ് യൂസ് ചെയ്യാറ്. ക്യൂട്ട് കുഞ്ഞാണ് കേട്ടോ. പിന്നെ പശ മേടിച്ചിട്ടുണ്ട്. പശയ്ക്ക് നമ്മുടെ ഫെവിക്കോൾ 10 രൂപ തന്നെയുള്ളൂ. പിന്നെ ഈ ബാഗിൻ്റെ റേറ്റ് സത്യം എനിക്ക് അറിയത്തില്ല, 700 എത്രയോ രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ഇതിൽ ഒരു സാധനം കിട്ടില്ലേ, അതിലുണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്. നമുക്ക് ബോക്സ് എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ദേവിന് കൊണ്ട് തന്നതാണല്ലേ. ഇത് അവരുടെ നാട്ടിലുള്ളൊരു ബോക്സാണ്. പൊടിയൊക്കെ പിടിച്ചു പോയി ഗൈസ്, കുറേ കാലം ഇവിടെ കിടക്കുന്നു, കണ്ടില്ലേ. ഒരു മൗസ് ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. റൈറ്റ്, ഇതാണ് അറിയില്ല, എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് തിരിയുന്നത് ഗൈസ്. ഇവിടെ നമ്മളെ റെയിൻബോയുടെ ഒരു കളറും ഉണ്ട്. ഈ ഒരു സാധനം വെച്ച് നമ്മൾ തുറക്കുന്നത്. ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ പെൻസിൽ, പെൻ കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇത് കുറച്ചുകൂടി ചെറിയ കുട്ടികളുടെ ബോക്സാണ്, പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കും, എന്തായാലും ഉപയോഗിക്കും. ഇത് നമുക്ക് ഈ സാധനം തുറന്ന ഉള്ളിലൊരു പ്ലെയിൻ സ്ഥലമുണ്ട്. റബ്ബർ കട്ടർ അങ്ങനത്തെ സാധനമൊക്കെ വയ്ക്കാൻ. നമുക്ക് സ്കെയിൽ, കളർ അങ്ങനത്തെ സാധനത്തിലേക്ക് വേറൊരു സ്ഥലമുണ്ട്. 3 എണ്ണം വരുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ ബ്ലൂ കളർ നമ്മുടെ മെഹുലിന് കൊടുത്തിട്ടുണ്ട്, ദേവിന. ഇതന്നെ ദേവിനയ്ക്കും ഉണ്ട്. ഇതിൻ്റെ പൈസ എനിക്കറിയില്ല, കാരണം അവരുടെ ഒരു തല്ലേ. അതാണിത്.
പിന്നെ ഒരു സാധനം നമ്മൾ ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, പുതിയ ചെരുപ്പ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ചെരുപ്പ്. ഇതിങ്ങനെയല്ല ഗൈസ്. എൻ്റെ കാൽ നല്ല വലുപ്പമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വലിയതാണ്, സൈസ് 8 ഇതിൻ്റെ റേറ്റ് വരുന്നത് 359 രൂപയാണ്, 360 രൂപയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നല്ല അടിപൊളി ചെരുപ്പൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ കാൽ വലുതായതുകൊണ്ട് ഇതെനിക്ക് ഫിറ്റാണ്, ലൂസും ഇല്ല ടൈറ്റും ഇല്ല, ആ ഒരു ടൈപ്പാണ്. 9 എത്തുമ്പോഴത്തേക്ക് എനിക്ക് ലൂസാവും, 7 ആകുമ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റുമാണ്, ഞാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ചെരുപ്പെടുത്ത് നമ്മൾ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്രോക്സ് ഉണ്ട്, പക്ഷേ അത് ചളിയായി കഴിഞ്ഞാൽ എന്തൊക്കെയോ പോലെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെരുപ്പ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ദേവിനെടുത്തിൻ്റെ വേറെ സാധനം ഉണ്ടായിരുന്നു. നമുക്ക് സാധാരണ കഴിഞ്ഞ പോലെ സ്കൂളിൽ പോകുമ്പോൾ ഒരു സാധനം മേടിച്ചിട്ടുണ്ടാകും, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോയി. ഇത് പൊട്ടുമെന്ന് അറിയില്ല, എന്നാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 8-ലായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വിഷയങ്ങളുണ്ട്. 9 വിഷയമായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം എനിക്ക് 7 വിഷയം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ബുക്കുണ്ട്. ഞാൻ 12 നോട്ടും ഒരു റഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് നമ്മുടെ PT, IT അങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ട് മൊത്തം 11 വിഷയം ആയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ബേസിക് സയൻസ് എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് 3ഉം ഒരു ടെക്സ്റ്റിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അടുത്തുള്ള എനിക്ക് സോഷ്യൽ സയൻസ് മാറിയിട്ട് ജോഗ്രഫിയും ഹിസ്റ്ററി അതൊന്നും തോന്നി അറിയത്തില്ല ഗൈസ്. അപ്പോൾ അത് രണ്ടുമായി മാറും. അപ്പോൾ എനിക്കറിയത്തില്ല എന്താ ചെയ്യാൻ. ഞാൻ പിന്നെ സൈലത്തിൻ്റെയൊക്കെ ക്ലാസ്സാണ് കാണാറുള്ളത്, എക്സാമിനറും കാണാറുണ്ട്, പക്ഷേ മോസ്റ്റ് ഞാൻ സൈലാണ് കാണാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതാണ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ ദേവിനൊക്കെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. മുട്ടായൊക്കെ കഴിച്ചിട്ടുണ്ട്, മറ്റേ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് വേണമെങ്കിൽ ഒരു കൊണ്ടുവന്ന കുഞ്ഞ് ബാഗ് എടുക്കാം എന്ന് വിചാരിക്കാം. നമുക്ക് ആ ബാഗ് എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെനിക്ക് കുഞ്ഞതാണ് ഗൈസ്, കുഞ്ഞ് ബാഗാണ്. ഇതിൽ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്നലെ അബാക്കസ് ഉണ്ടായിരുന്നു ഗൈസ്, അതിന് പോയപ്പോൾ എല്ലാം വെച്ചതായിരുന്നു, മാറ്റിച്ചു. ഞാൻ എൻ്റെ ഉള്ളെന്ന് പറയുന്നത് നല്ല പ്യൂർ വൈറ്റാണ്. ഇപ്പോൾ ചളിയാവുന്നത് നമ്മുടെ സീക്വൻസ് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മൾ അതേ സീക്വൻസ് ആക്കി ഇതൊക്കെ പൊട്ടിപ്പോകും. ഇവിടെ ഒരു ലവ് ഉണ്ടായിരുന്നു വൈറ്റ്, അത് പൊട്ടിപ്പോയി കേസ്. എന്ത് ചെയ്യണം, കിട്ടുമ്പോൾ തന്നെ അവരെനിക്ക് തരുമ്പോൾ തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കൊണ്ടുവന്ന കുറച്ച് ടിക് മുടിക്കുത്തിക്ക് ആണ്. ഇതാണ് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രൗൺ കളറും ഉണ്ട്. ഇഷ്ടപ്പെട്ട് ഞാൻ രണ്ടും ഒരു പ്രാവശ്യം കുത്തിയിട്ടുണ്ട്. എല്ലാം ഈ വീഡിയോ ഈ ബാഗിലില്ല, ബാക്കിക്ക് എവിടേക്കാണ് ഉള്ളത്. പിന്നെ ഈ ഒരു സാധനം ഷീപ്പാന്ന് തോന്നുന്നു, ഇതൊക്കെ ക്ലിപ്പാണ് ഗൈസ്, ഒരു ഭാഗത്ത് മാത്രം കുത്താൻ കഴിയുന്നത്. പിന്നെ ഇതും ക്ലിപ്പ്. ഒരു മുടിക്കുത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, കവടിയാണുള്ളത്. പിന്നെ ഇതും കൊണ്ടുവന്നതാണ്. പിന്നെ ഗൈസ് ഇതെൻ്റെ കമ്മലാണ് ഗൈസ്, ഇതിനകത്തായി പോയതാണ്. പിന്നെ ഒരു ലവ് ഉണ്ട്. ഈ ലവാണ് ഇത് ഇവിടെ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ലവാണ് ഇതിനകത്ത് തന്നെ ഇരിക്കാത്തല്ലേ, കാണാതെ പോയി ഗൈസ്. നമ്മൾ സിബിഡാണ്, മുമ്പിലും സിബിൻ്റെ ബാക്കിൽ സിബിഡാണ്. ഞാനിന്ന് വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്കൂൾ റീഓപ്പണിങ് ഫസ്റ്റ് ഡേ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ മേടിച്ച് കുറച്ച് ലേബിളാണ് ഗൈസ്, ലേബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കല്ലേ ഗൈസ്, ഒന്നും 8-ലെത്തിയിട്ടും ഇങ്ങനത്തെ ലേബിളാണോ യൂസ് ചെയ്യാൻ ചോദിക്കല്ലേ ഗൈസ്. കണ്ടില്ലേ, ചോട്ടാ ഭീമാണ്. സത്യം പറഞ്ഞാൽ നിവർത്തികളുകൊണ്ട് മേടിച്ചായിട്ട് 3 എണ്ണം ഉണ്ട്, 3 സെറ്റ്. 4 എണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് ഞാൻ ഒട്ടിച്ച് തീർത്തു. അവിടെ വേറെ ഒരു ടൈപ്പ് സ്റ്റിക്കറും ഇല്ല. ഞങ്ങൾ പോയപ്പോൾ ഒരു പീഡിയ കടഞ്ഞും തുറന്നിട്ടില്ല, ആകെ ഈ കടയിൽ തുറന്നിട്ടുള്ളൂ. പിന്നെ സ്കൂൾ തുറക്കാനായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേടിച്ചതായിട്ട് ഒന്നാണ്. മറ്റേതിൻ്റെ 4 എണ്ണം ബാക്കിയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചെരുപ്പും ബാഗും മേടിക്കാൻ പോയത് ഒരേ കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്ന് കിട്ടിയതാണ്. 3 ലേബിൾ ഇങ്ങനത്തെ ഫ്രീ ആണ്. ഒന്ന് തീർന്നു, 2 എണ്ണം ഉണ്ട് ഇനി. പക്ഷെ അവർക്ക് നല്ലതാണ്, കാരണം ഇവിടെ നമുക്ക് GK ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. കണ്ടില്ലേ, മേലെ കാണാൻ സാധിക്കും, കാണുന്നുണ്ടാവില്ല. എനിക്ക് നല്ല ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ടത്. ഇത് വെറുതെ 16 രൂപയും കൊടുത്ത് നമ്മൾ 4 മേടിച്ചു. ഒന്നിന് എത്ര രൂപയ്ക്ക് 4 രൂപ വെച്ചിട്ട് വരുന്നതായിരിക്കും ഉണ്ടാകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് നോട്ടൊക്കെ ഇട്ടു, നോട്ട്സ് കാര്യങ്ങളൊക്കെ ഗൈസ് പൊന്തത്തില്ല. ഇതെത്ര 12 എത്രയോ ഉണ്ട്. ഇത്രയും നോട്ടാണ്. ഇതാണ് നമ്മുടെ റഫ്.
ഇതൊക്കെ നമ്മുടെ നോട്ട്സാണ്. എനിക്ക് എല്ലാവരും ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം ബുദ്ധിമുട്ടാണ്. 5 ഞാനിപ്പോൾ 8-ലല്ലേ, അപ്പോൾ ഞാൻ 2 എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. 5 വരയില്ലാത്തതും 9 5 അല്ല 5 എത്രയും മേടിച്ചത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. 12 നോട്ട് മൊത്തം മേടിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. അതിൽ 7 വരയുള്ളതും 5 വരയില്ലാത്തതാണ് ഞങ്ങൾ മേടിച്ചത് ഓപ്പോസിറ്റ്. അതിൽ പിന്നെ റഫ് മേടിച്ചിട്ടുണ്ട് വെറുതെ എനിക്ക് വല്ലതും എഴുതി കളിക്കാൻ, ക്ലാസ്സിൽ ടീച്ചറൊന്നും ഇല്ലാത്തപ്പോൾ. പിന്നെ ഇതൊക്കെ ടെക്സ്റ്റാണ് ഗൈസ്. ടെക്സ്റ്റ് ഇതേ കളർ പൊതി തന്നെയാണ്, പക്ഷേങ്കിൽ കളർ തീർന്നു പോയതുകൊണ്ട് അത് 2 മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് നമ്മുടെ കട്ടറും റബ്ബറുമാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു റബ്ബറാണുള്ളതെന്ന്. ഇതെൻ്റെ മേമ ഗൾഫിൽ നിന്നുണ്ടപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ റബ്ബറും പിന്നെ കുറച്ച് കട്ടറും മേടിച്ചു. പിന്നെ ഒരു റബ്ബർ ഒരു കട്ടറും ദേവിന വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം ഞാൻ ഇതിനടിച്ചിട്ടു. പിന്നെ കുറച്ച് റബ്ബർ ഞാൻ കഴിഞ്ഞാൽ മേടിച്ചാണ്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഇതിലുണ്ട്. അതുകൊണ്ട് ഈക്വൽ ലോങ് ഞങ്ങൾക്കൊന്നും മേടിക്കാൻ വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മേമ കൊണ്ടെത്തുന്നതാണ്. പിന്നെ പെൻസിലിൻ്റെ ഒരു സെറ്റ് 10 ഉണ്ട്, ഇപ്പം 8 ഉള്ളൂ. പിന്നെ നമ്മുടെ പെൻസിലിൻ്റെ സെറ്റ് 6 ഉണ്ട്. പിന്നെ ഇതാ യൂണിക്കോണിൻ്റെ പെൻസില് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു റെയിൻബോയുടെ ഒരു പെന്നും ഉണ്ട്. പെന്നാണെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഈ സാധനം കഴിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയും കേട്ടോ. അടിപൊളി പെന്നാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഈ സ്കൂൾ തുറന്നിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ പോലത്തെ അത്രയൊരു എൻജോയ്മെൻറ്റ് എനിക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും മേടിക്കാനുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാലത്തെ ആ ലിസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് വേറെ ഡേറ്റ് ആണെവരേക്കും ബൈ.